4-ാം അധ്യായം. ആകയാൽ ദൈവമേ, അങ്ങ് എന്താകുന്നു? കർത്താവായ ദൈവമല്ലാതെ അങ്ങ് മറ്റെന്താണ്? എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവല്ലാതെ കർത്താവായി ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ ദൈവമായി ആരുണ്ട്? അവിടുന്ന് പരമോന്നതനാണ്, പരമനന്മയാണ്, പരമശക്തനാണ്, പരമസർവശക്തനാണ്, പരമകാരുണികനാണ് എങ്കിലും പരമനീതിമാനാണ്, പരമഗുപ്തനാണ് എങ്കിലും പരമസന്നിഹിതനാണ്, പരമലാവണ്യവാനാണ് എങ്കിലും പരമബലശാലിയാണ്. അവിടുന്ന് സുസ്ഥിരനാണെങ്കിലും അഗ്രാഹ്യനത്രേ, സ്വയം നിർവികാരനാണെങ്കിലും സകലത്തിലും മാറ്റം വരുത്തുന്നവനത്രേ. ഒരിക്കലും നവീനനല്ല, ഒരിക്കലും പുരാതനനുമല്ല. അതേസമയം എല്ലാം അവിടുന്ന് നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. അഹങ്കാരികളെ വാർദ്ധക്യം കൊണ്ട് നീ ജീർണിപ്പിക്കുന്നു, അവരത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. നീ സദാ കർമ്മനിരതനാണ്, സദാ സമാഹിതനുമാണ്. എപ്പോഴും നീ സമാർജിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഒരു കുറവും നിനക്കില്ലതാനും. നീ സകലതും നിലനിർത്തുകയും സകലത്തിലും നിറയുകയും സകലത്തിനെയും കവിയുകയും ചെയ്യുന്നു. സൃഷ്ടിക്കുകയും പോഷിപ്പിക്കുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്നു. എല്ലാം നിനക്കുണ്ടെങ്കിലും നീ എപ്പോഴും ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ സ്നേഹിക്കുന്നു, എങ്കിലും വികാരഭരിതനാകുന്നില്ല. നീ മാത്സര്യവാനാണ്, എങ്കിലും ഉത്കണ്ഠാധീനനല്ല. നീ അനുതപിക്കുന്നു, എങ്കിലും ദുഃഖിതനല്ല. കോപിക്കുന്നു, എങ്കിലും ക്ഷോഭിക്കുന്നില്ല. നിന്റെ പ്രവർത്തന രീതികളിൽ നീ മാറ്റം വരുത്തുന്നു, എങ്കിലും നിന്റെ ലക്ഷ്യത്തിന് മാറ്റമില്ല. കണ്ടെത്തുന്നത് നീ വീണ്ടും സ്വീകരിക്കുന്നു, എങ്കിലും ഒന്നും ഒരിക്കലും നിനക്ക് നഷ്ടപ്പെടുന്നില്ല. ഒന്നിലും നീ ദരിദ്രനല്ല, എങ്കിലും ലഭിക്കുന്നതിൽ സന്തോഷിക്കുന്നു. യാതൊന്നും ആഗ്രഹിക്കുന്നില്ല, എന്നാൽ എല്ലാം ഈടാക്കുന്നു. ഒരിക്കലും ലാഭമിച്ഛിക്കുന്നില്ല, എങ്കിലും പലിശയോടുകൂടി വാങ്ങിക്കുന്നു. കൊടുത്തതിൽ കൂടുതൽ വാങ്ങിക്കൊണ്ട് നീ സ്വയം അധമരണനായി ഭവിക്കുന്നു. ആ ദൈവമേ, നിന്റേതല്ലാതെ ആർക്ക് എന്തുണ്ട്? ഒരു കടവുമില്ലെങ്കിലും നീ കടം വീട്ടുന്നു, ഒന്നും നഷ്ടപ്പെടാതെ നീ കൊടുത്തു വീട്ടുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവനെ, എൻ്റെ സ്വർഗീയ ആനന്ദമേ, നിന്നെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞതെല്ലാം എന്താകും? നിന്നെ വർണ്ണിക്കുന്ന മഹാവാഗ്മികൾ പോലും വെറും മൂകന്മാരത്രേ. എങ്കിലും നിന്നെക്കുറിച്ച് മൗനം അവലംബിക്കുന്നവർക്ക് നാശം.